ONV സാറിൻ്റെ മുത്തും പവിഴവും എന്നുള്ള ഗാനങ്ങൾ തേടിയുള്ള അനശ്വര യാത്രയിലാണ് നമ്മളിപ്പോൾ വീണ്ടും എത്തി നിൽക്കുന്നത്. ഓരോ ഗാനരചയിതാവിൻ്റെയും വാക്കുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭംഗി, സൗന്ദര്യം, വാങ്മയ ചിത്രങ്ങൾ പോലെ മലയാള ചലച്ചിത്ര ഗാനത്തിൽ അങ്ങ് കിടക്കുന്ന പല ഗാനങ്ങളുടെയും പിന്നിലുള്ള യഥാർത്ഥ അർത്ഥം തേടിയുള്ള ഒരു യാത്ര കൂടിയാണ് മുത്തും പവിഴവും. ഏതെല്ലാം പാട്ടുകളിലാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോൾ അതിൽ ONV സാർ ഓസഫേജൻ കൂട്ടുകെട്ടിൽ ആ 3 പാട്ടിൽ അദ്ദേഹം 3 പാട്ടിലും വൈവിധ്യമാർന്ന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാനി നിലകളിൽ ആയത്തിൽ തൊട്ടേ വരാം. രോഗിയായ അദ്ദേഹത്തിന് ചികിത്സയുടെ ഭാഗമായി നടത്തുന്ന അതിനനുബന്ധമായ ആ സിറ്റുവേഷന് വേണ്ടി അതിൽ പറയുന്നൊരു വരിയുണ്ട്. പ്രാണനൊരു അരുമ പ്രാവായി പാടുകയാണ് അതിൻ തിരുനാമങ്ങൾ. എല്ലാവരും കണ്ടുള്ള ചിത്രമാണെന്നറിയാം. അതിലും ONV സാറിൻ്റെ അതിഗംഭീരമായൊരു പാട്ടുണ്ട്. അതിലും ഈ പാട്ട് ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഒരു ചിത്രത്തിൽ തന്നെ ഒരു പാട്ടിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന അത്തരം ഗാനങ്ങളെക്കുറിച്ച് പറയാം. മലയാളത്തിലെ എവർഗ്രീൻ സിനിമയാണ്. ഹരിഹരൻ സാർ, MT സാറിൻ്റെ കൂട്ടുകെട്ടിൽ പറഞ്ഞ അതിമനോഹരമായ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു ശില്പം, കാവ്യ ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. എത്ര പ്രാവശ്യമാണ് ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലും അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായാലും മുത്തും പവിഴത്തിൻ്റെ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ഗാനങ്ങളിലൂടെ തൽക്കാലം നിർത്തുന്നു. നമുക്ക് വീണ്ടും കൗതുകത്തോടുകൂടി, ജിജ്ഞാസയോടുകൂടി, അത്ഭുതത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കണം. വീണ്ടും ഏതെല്ലാം ഗാനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വീണ്ടും കാണാം. അതുവരെ വീണ്ടും